ശശി തരൂരിനെ അതിരൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. തരൂർ രാമനാമം ചൊല്ലേണ്ടിടത്ത് രാവണസ്തുതി പാടുന്നു. വെളുപ്പാൻകാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കലമുടക്കുന്ന രീതി എന്നാണ് മുഖപത്രത്തിൽ വിമർശനമുയർന്നത്. ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന മുഖപ്രസംഗത്തിലാണ് വിമർശനം. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ നല്ല രീതിയിൽ ശശി തരൂരിന് നേരെ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ. ഇപ്പോൾ മുഖപത്രത്തിലും ഇത്തരത്തിലൊരു വിമർശനം, അതിരൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നു. എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന്? കാളിദാസൻ, തീർച്ചയായിട്ടും ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് വീക്ഷണം പത്രം രംഗത്ത് വന്നിട്ടുള്ളത്. കോൺഗ്രസ് പാർട്ടി പത്രമാണ് വീക്ഷണം ആദ്യം തന്നെ തുടങ്ങുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ പ്രതീക്ഷ കുരുതി കൊടുക്കരുത് എന്ന് തന്നെയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശിക പ്രവർത്തകർ കഷ്ടപ്പെട്ടാണ് പ്രവർത്തനം നടത്തുന്നത്. വിജയസാധ്യത വളരെ കൂടുതലുള്ളപ്പോൾ, ഭരണവിരുദ്ധ വികാരം വളരെ അലയടിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം, അതായത് ഭരണപക്ഷ പ്രതികൂലമായി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ തരൂർ അതിനെ നശിപ്പിക്കരുത് എന്നുള്ളൊരു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ തന്നെ പറയുന്നത്. ലേഖനത്തിൽ പറയുന്നത്, വെളുപ്പാൻകാലം മുതൽ വെള്ളം കോരി സന്ധ്യയ്ക്ക് കലമുടയ്ക്കുന്ന രീതിയാണ് ശശി തരൂർ ചെയ്യുന്നത്. പ്രശംസിക്കാൻ തക്കവണ്ണമായുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തരൂരിന്റെ പ്രശംസ ആരാച്ചാർക്ക് അഹിംസ അവാർഡ് നൽകും പോലെയാണെന്നും വിമർശനമുണ്ട്. ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്ന പേരിലാണ് മുഖപത്രത്തിന്റെ ഈ ലേഖനമുള്ളത്. ലേഖനത്തിൽ കൃത്യമായി വ്യക്തമാക്കുന്നത്, ശശി തരൂർ ഈ CPMനെ പുകഴ്ത്തുമ്പോൾ ഓർക്കേണ്ടത്, അവസാന ഘട്ടത്തിലെ ഒരു സാഹചര്യത്തിൽ രാജ്യത്തിന് മുന്നിൽ തന്നെ കേരളത്തിനെ സാമ്പത്തികമായി വളർത്താനായി AK ആന്റണി കൊണ്ടുവന്ന നയങ്ങൾക്കെതിരെ, വിദേശ നിക്ഷേപങ്ങൾക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ഇവിടെ പണം എത്തിക്കുന്നവരെ ഇവിടെ നിന്നും ഓടിച്ചവരാണ് ഇപ്പോൾ CPM. അവരെയാണ് ഇപ്പോൾ ശശി തരൂർ പ്രശംസിക്കുന്നതെന്ന് ഓർക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ പോയി ഡൊണാൾഡ് ട്രംപിനെ കണ്ട നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നതും അത്ര വലിയ കാര്യമൊന്നുമല്ല, സാധാരണഗതിയിലുള്ളതാണ്. അതോടൊപ്പം അവിടുത്തെ ജനങ്ങളെ കയ്യാമം വെച്ചാണ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനെല്ലാം പിന്തുണ നൽകിക്കൊണ്ട് പ്രശംസിക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് തന്നെയാണ് പറയുന്നത്. രാമനാമം ചൊല്ലേണ്ടടുത്ത് കർക്കിടക മാസത്തിൽ രാമനാമം ചൊല്ലേണ്ടടുത്ത് രാവണസ്തുതി പാടുന്നു എന്നും ശശി തരൂരിനെതിരെ വിമർശനം, അതിരൂക്ഷമായ വിമർശനം പ്രത്യക്ഷത്തിൽ തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമല്ല ശശി തരൂർ ഇതിനെല്ലാം പ്രതികരണം നൽകിയത്. താൻ തന്റെ നിലപാടാണ് അറിയിച്ചത്. താൻ നല്ലത് ചെയ്താൽ നല്ലത് ചൂണ്ടിക്കാട്ടും. ഇതിൽ രാഷ്ട്രീയം പറയേണ്ടതില്ല. കൂടുതലും ഇനിയും എഴുതുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എഴുതേണ്ടി വരും. വസ്തുതയും രേഖകളും വെച്ചാണ് എഴുതുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനെല്ലാം മറുപടിയായാണ് വീക്ഷണം പത്രം ഇത്തരത്തിൽ ശക്തമായ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. കാളിദാസൻ. തീർച്ചയായും വിഷ്ണു, ഈ ഒരു സാഹചര്യം ഇങ്ങനെ ഉടലെടുത്തു. ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രം തന്നെ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. എന്നിരുന്നാലും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിഷയം ആളിക്കത്തിക്കണ്ട എന്നുള്ളൊരു കാര്യം കൂടി ചില വൃത്തങ്ങൾ അറിയിക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം വെറുതെ ഇത് ആളിക്കത്തിച്ച് വലിയൊരു വിഷയമാക്കണ്ട, കാരണം അതെങ്ങനെ വേണമെങ്കിലും പരിണമിക്കാം എന്നുള്ളൊരു സൂചനയൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു പേടിയൊക്കെ ദേശീയ നേതൃത്വത്തിനുമുണ്ട്. കാരണം ശശി തരൂരാണ്, എത്തരത്തിൽ വേണമെങ്കിലും പ്രതികരിക്കാമെന്നുള്ളൊരു പേടി കൂടി ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കാളിദാസൻ, ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഈ പ്രതിപക്ഷത്തിനുള്ളിൽ, അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ ശശി തരൂരിനെതിരായ വിമർശനം ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസമല്ല ശശി തരൂരിനെതിരെ തന്നെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് ശരിയായ നിലപാടല്ല എന്ന് ചൂണ്ടിക്കാട്ടി. എന്നാൽ ശശി തരൂർ കൃത്യമായി മറുപടി പറയുകയാണ്. താൻ രേഖാമൂലം കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം രേഖകൾ ഉപയോഗിച്ചാണ് താൻ ഈ ലേഖനങ്ങൾ എഴുതുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയും എഴുതുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ആ ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ് മുഖപത്രത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു വിമർശനം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇനി ഹൈക്കമാൻഡ് ഇടപെടുന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിന്റെ തീരുമാനം, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഇനി എന്ത് നിലപാടാണ് എടുക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വൈകാതെ തന്നെ പുറത്തു വരും. അപ്പോൾ അറിയാൻ സാധിക്കും. ഏതായാലും നിലവിൽ ശശി തരൂരിനെതിരായി തന്നെയാണ് ശക്തമായ ഒരു വിഭാഗം കോൺഗ്രസുകാർ നിൽക്കുന്നത്. ശശി തരൂർ അതിനെ പ്രതിരോധിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് കാര്യങ്ങൾ തുടരുന്നത്. കാളിദാസൻ.